ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്സ് ഫോർ മൈ ചാനൽസ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു തേട് കറിയാണ് വെക്കുന്നത്. ഒരു തട്ടിക്കൂട്ടിയ തേട് കറിയാണ് വെക്കുന്നത്. ജസ്റ്റ് ചുമ്മാ തട്ടിക്കൂട്ടിയതേ ഉള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്നെ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ടൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ തേടാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ തുടങ്ങാൻ പോകണേ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം വേണ്ടത് ഒരു 4 പീസ് കുടംപുളി, പിന്നെ വേണ്ടത് ഒരു 6 പീസ് കൊച്ചുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു ഫുള്ള് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആദ്യം എടുത്ത് വെക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി. ഒരു ചെറിയ സവാള അരിഞ്ഞതാണെങ്കിലും മതി. പിന്നെ കുടംപുളിയുടെ കാര്യം, കുടംപുളി ഞാൻ 4 കുടംപുളി ചേർക്കാനാണ് പറഞ്ഞത്. ചിലവർക്ക് പുളി കൂടുതൽ വേണം, അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് അനുസരിച്ച് കൂടുതൽ പുളി ചേർക്കാം. ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് ചേർക്കേണ്ട സ്പൈസസിനെ പറ്റിയാണ്. അതായത് ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി വേണം, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. അതായത് ഈ വലിയ മീനൊക്കെ ആകുമ്പോൾ കുറച്ച് പെരിഞ്ജീരകപ്പൊടി കൊടുക്കുന്നത് നല്ലതായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് പിന്നെ വേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മുടെ തേടുകൂട്ടം വേണ്ടത് വന്നിരിക്കുകയാണ്. അതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന്. പക്ഷേ ഇതിൻ്റെ ക്ലീനിങ്ങും കട്ടിങ്ങും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വമ്പ ടാസ്ക് ആയിരുന്നു, കൊണ്ട് എടുത്തില്ല. അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്യാൻ നേരം നമ്മൾ ഈ പുളി കഴുകിയ വെള്ളമില്ല, അത് കുറച്ച് പുളി കഴുകിയ വെള്ളം ഇട്ട് വാഷ് ചെയ്ത് ആ ചെറിയ ഉളുമ്പ് നാറ്റമൊക്കെ അങ്ങ് പോകും. പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എന്നാൽ നമ്മൾ കറി വെക്കാൻ തുടങ്ങുമല്ലേ. നമ്മൾ മൺചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത്. മൺചട്ടി ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി വന്ന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ശകലം വെളിച്ചെണ്ണ കൂടെ ആവശ്യമുണ്ട്, അതുകൂടി ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ കടുക് പൊട്ടിക്കാനായിട്ട് ഇടുകയാണ്. കടുക് പൊട്ടുന്നില്ല. ഇപ്പം പൊട്ടും കടുക് ഇപ്പം പൊട്ടും. അപ്പം അങ്ങനെ കടുക് പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി, കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് തട്ടുക അതിനകത്തോട്ട്. ഓക്കെ, അതാണ് അടുത്ത പരിപാടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഈ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അത് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇളക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്.
അപ്പോൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ ഒരുമിച്ച് ഇതിനകത്തോട്ട് തട്ടുകയാണ്. ഇതൊരു തട്ടിക്കൂട്ട് കറി ആയതുകൊണ്ട് നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തട്ടുകയാണ്. തട്ടിയിട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് അത് മൂക്കുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. പിന്നെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിതിനകത്ത് ഉലുവാപ്പൊടി ചേർത്തില്ലേ, അതായത് നമ്മൾ ഉലുവാപ്പൊടി ചേർക്കുന്നതിന് പകരം നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കുക. അന്നേരം ഉലുവ ഇട്ടാലും മതി, കടുവിൻ്റെ കൂടെ ഉലുവ ഇട്ടാലും മതി. അതായത് ഉലുവാപ്പൊടി ചേർക്കുന്നതിന് പകരം. ഞാൻ ഉലുവാപ്പൊടി ഉള്ളതുകൊണ്ട് ഉലുവാപ്പൊടി ചേർത്തതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മൈൻഡ് വെച്ചേക്കണം. നമ്മളതിങ്ങനെ നല്ലതായിട്ട് മൂക്കുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് നല്ലതായിട്ട് കരിഞ്ഞു പോകല്, അല്ലാതെ നല്ലൊരു സ്മെല്ല് വരും. അത് മൂക്കുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിയുന്നിടം വരെയായിട്ട് ഇളക്കല്, പാളിപ്പോവും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുക. ഉപ്പ് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് നമ്മളിപ്പോൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് ഇളക്കി കൊടുത്ത ആവശ്യത്തിന് നല്ല രീതിയിൽ അത് മൂത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന ആ കുടമ്പുളി എടുത്ത് ഇടുക അതിൻ്റെ അകത്ത്. ഇനി നമ്മൾ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ ചട്ടി അടച്ചു വെക്കുക. അതായത് ആ ഗ്രേവി തിളയ്ക്കുന്നിടം വരെ അടച്ചു വെക്കുക. അങ്ങനെ
ഗ്രേവി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്, നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മീൻ കഷ്ണം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത ചടങ്ങ് അതാണ്. നമ്മുടെ മീൻ കഷ്ണം ഓരോന്നോരോന്നായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നേരത്തെ കൂട്ട് അടപ്പിട്ട് അടച്ചിട്ട് ഒരു 15 മിനിറ്റത്തേക്ക് അത് വേവിക്കാൻ വെക്കുക. ഒരു 15 മിനിറ്റ് മതി, 15 അല്ല 20 മിനിറ്റ് അത്രയും മതി. അപ്പോൾ ഗൈസ്, നമ്മുടെ തേട് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഏകദേശം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഈ പാത്രം കൊണ്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം അങ്ങനെ കയറും. ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിനി അത് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂകിയിട്ട് നമ്മൾ ആ പാത്രം കൊണ്ട് ഇങ്ങനെ അടച്ച് വെക്കും. അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ നാടൻ തട്ടിക്കൂട്ട് തേട് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ തേട് കറി റെഡി ആയിരിക്കുകയാണ്. ചങ്കുകളെ റെഡി ആയിരിക്കുകയാണ് തേട് കറി. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ തട്ടിക്കൂട്ടിയതാണ്. തട്ടിക്കൂട്ടിയ തേട് കറിയാണ്. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി നമ്മൾ ടേസ്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ താങ്ക്സ് ചങ്കുകളെ, താങ്ക് യു.